ഇപ്പോൾ ടോപ്പർ ആയിട്ട് ഒരാൾ നമ്മൾ പറയുന്നതാണ് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത്. എക്സാമുകൾ എഴുതൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൈലത്തിന് എനിക്ക് തോന്നുന്നു എന്നും എക്സാം ആയിരുന്നു അല്ലെ, വരുന്ന സമയത്ത് എക്സാം ഉണ്ടാവും അല്ലെ, എല്ലാ ദിവസവും വരുമ്പോൾ ഇവിടെ എക്സാം ഡെയിലി ടെസ്റ്റ് ഉണ്ടാവും. ഒരു പുതിയ എക്സാം എഴുതുന്ന പോലെ ശരിക്കും നീറ്റിനെ ഫീൽ ചെയ്യുന്നില്ലല്ലോ ശരിക്കും. ഇവിടുത്തെ മോക്ക് എക്സാം എഴുതുന്ന പോലെ തന്നെ ഒരു കണ്ടിന്യൂറ്റി അത് കിട്ടും, ടെൻഷൻ ഇല്ലാണ്ട് എഴുതാൻ പറ്റും, നമുക്ക് നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഹായ് ഓൾ, ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് കീർത്തിമയാണ്. കീർത്തിമ കോഴിക്കോട് കാരപ്പറമ്പ് സ്വദേശിയാണ്. കീർത്തിമ നമ്മുടെ ലാസ്റ്റ് ഇയർ ഹൈബ്രിഡിലെ ഒരു ഡേ സ്കോളർ സ്റ്റുഡൻ്റാണ്. സോ കീർത്തിമ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സൈലത്തിൻ്റെ സക്സസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ്. സോ നമുക്ക് കീർത്തിമയുടെ ആ ഒരു നീറ്റ് ജേണി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. കാരണം ഒരുപാട് കുട്ടികൾ ഇപ്പോൾ കൃത്യമൊക്കെ അറിയാം അല്ലെ, നീ വരുന്ന വഴിക്ക് കണ്ടിട്ടുണ്ട്, ഒരുപാട് കുട്ടികൾ വീണ്ടും പുതിയ ബാച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവരെല്ലാം തന്നെ നീറ്റിനെ എങ്ങനെ പഠിക്കണം അല്ല, ഒരുപാട് ഡൗട്ടുകളുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഒന്നുകൂടെ കൃത്യമയുടെ ആ ഒരു എക്സ്പീരിയൻസ് അവർക്കത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് അറിയൽ. അപ്പം ജസ്റ്റ് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം കൃത്യമ ആദ്യം തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ്, ഒരു വലിയ സ്കോറിലേക്കാണ് എത്തിയത് അല്ലേ. എനിക്ക് തോന്നുന്നു കൃത്യമ നമ്മുടെ അടുത്തുള്ള കോളേജിൽ തന്നെ അല്ലേ, കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോളേജിൽ തന്നെ കീർത്തിമക്ക് എന്തായാലും അഡ്മിഷൻ കിട്ടും, ഉറപ്പാണ്. അപ്പോൾ ഒരു ഡോക്ടറാണ് ഇപ്പോൾ അല്ലേ. അത് തന്നെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. കഴിഞ്ഞ കൊല്ലം ഈ ഒരു സമയത്ത് അല്ലെ, ഇപ്പോൾ ക്ലാസ്സിലായിരിക്കും ഇപ്പോൾ മേ ബി ഈ സമയത്ത്, അതിൽ നിന്ന് മാറിയിട്ട് ഇന്നിപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റുഡിയോയിൽ എൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് എന്താ ഡിഫറൻസ് തോന്നുന്നത്? അന്ന് ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഇരിക്കാൻ പറ്റും എന്നുള്ളത്. അന്ന് നന്നായി പഠിച്ചു, ഇങ്ങനെ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതെ, അന്ന് ഞാൻ പഠിക്കുന്ന ടൈമിൽ കുറെ കുട്ടികളുടെ വീഡിയോ വരുമ്പോ അന്നുണ്ടായിരുന്നു എനിക്കും എന്റെ വീഡിയോ വരണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ അതിനു വേണ്ടി പഠിച്ചു കഷ്ടപ്പെട്ട് നമ്മൾ അവിടെ എത്തി, ആ ഡ്രീം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ. ഓക്കെ, അപ്പം എങ്ങനെയായിരുന്നടാ ഇപ്പം ഈ ഒരു നമ്മൾ ഇപ്പോൾ ഏതൊരു നീറ്റ് ആസ്പിരന്റും സ്വപ്നം കാണുന്ന സമയത്ത് അതിനോട് കൂടെ സ്വപ്നം കാണുന്ന ആളുകളാണ് അവരുടെ പാരന്റ്സ് അല്ലേ. എങ്ങനെയായിരുന്നു വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ടൊക്കെ? പാരന്റ്സ് നല്ല സപ്പോർട്ടാണ്. എനിക്ക് തോന്നുന്നു കീർത്തിമയുടെ ബ്രദർ ഡോക്ടറാണ്. അപ്പം എങ്ങനെയായിരുന്നു അവരുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള? എല്ലാരും നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പൊ മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം കൂട്ടിക്കൊണ്ടുവരണം. അതെ, ഇപ്പൊ ഉറക്കൊഴിയാണെങ്കിലൊക്കെ അവര് ഉറക്കൊഴിഞ്ഞ് നിൽക്കും. അങ്ങനെ ഇരുന്ന് നല്ല സപ്പോർട്ടായിരുന്നു. മാർക്ക് കുറഞ്ഞാലും നെക്സ്റ്റ് ടൈം കൂട്ടണം എന്നുള്ള ആ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അല്ല ഒരിക്കലും ഇങ്ങനെ ചീത്ത പറയുക അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു. നമ്മൾ വീണ് പോകുമ്പോൾ നമുക്ക് ഒരു താങ്ങാൻ ഉണ്ടായിട്ടുണ്ട്, അതിനുള്ള ഒരു ഹാപ്പിനെസ് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പം എടാ, നമ്മളിപ്പോൾ നോർമലി ഇപ്പം ഒരു നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. ഇപ്പം അത് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന നീ. കാരണം നീ ഓൾറെഡി നീറ്റ് ക്രാക്ക് ചെയ്തു, നീ എൻ്റെ സ്വപ്നം വാങ്ങി അല്ലേ, അത് നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു നിൻ്റെ ഒരു മെത്തേഡോളജി ഇപ്പം പ്രിപ്പറേഷൻ സമയത്ത്? NCERT, DPP എങ്ങനെയായിരുന്നു മൊത്തത്തിലെല്ലാം എങ്ങനെയായിരുന്നു യൂസ് ചെയ്തത്, ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ദിവസം വീഡിയോ കാണണമല്ലോ. അപ്പോൾ വീഡിയോ കണ്ടു, NCERT കെമിസ്ട്രിയും ബയോളജി ഒക്കെ വായിക്കും, പിന്നെ മെറ്റീരിയൽ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ചെയ്യും. പിന്നെ DPP തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് വീഡിയോന്റെ കൂടെ തന്നെ. പിന്നെ നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ വരുമ്പം അവിടെയും DPP ബാക്കി ക്ലാസ്സിലും ടീച്ചേഴ്സ് വേറെ ടീച്ചേഴ്സ് ചെയ്യും. ഓക്കെ, പിന്നെ NCERT നീ പറഞ്ഞു ബയോളജിയും കെമിസ്ട്രിയാണ് വായിക്കാം. അത് പിന്നെ എന്തെങ്കിലും ഷോർട്ട് നോട്ട്സ് പോലൊക്കെ ചെയ്യാം? ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഷോർട്ട് നോട്ട്സ്. ബയോളജി ഇല്ല, ബയോളജി നമുക്ക് സെപ്പറേറ്റ് ഒരു ഇവിടെ തന്നെ തരുന്നുണ്ട് ഒരു മെറ്റീരിയൽ നോട്ട്സ്. അതെ, അതിന്റെ എക്സ്ട്രാ ഉണ്ടാക്കിയില്ല. കെമിസ്ട്രി ഉണ്ടാക്കിയിരുന്നു, ഇക്വേഷൻ ബുക്ക് പോലെ. ക്ലിയർ. ഇപ്പോൾ കെമിസ്ട്രിയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഫിസിക്സിനെ സംബന്ധിച്ചോളം ഒക്കെ നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് അല്ലെ, അവർക്കൊരു ഒരു അനാവശ്യമായൊരു പേടിയാണെന്ന് അറിയില്ല. ഫിസിക്സ് ഒക്കെ ഒരു ഫിസിക്സും കെമിസ്ട്രിയിലെ ഫിസിക്കൽ പാർട്ടൊക്കെ ഒരു പേടിയാണ്. അതൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്ത് ഫിസിക്സിലൊക്കെ? ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക, മെറ്റീരിയൽസ് ചെയ്യുക, ഇവിടുത്തെ DPP അതന്നെ മതി. അപ്പോൾ ടോപ്പർ ആയിട്ട് ഒരാൾ നമ്മൾ പറയുന്നതാണ് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത് അല്ലേ. അങ്ങനെ നമ്മൾ കണ്ട ക്വസ്റ്റ്യനിലേക്ക് എത്തുന്നിടത്തോളം നമ്മളെ സമയം. അതെ, ലാസ്റ്റിലേക്ക് ആകുമ്പോൾ നമുക്ക് ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും. സ്റ്റാർട്ടിങ് കുറച്ച് പ്രയാസമുണ്ട്, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടൂല. അപ്പോൾ ലാസ്റ്റിലേക്കൊക്കെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ചെയ്യും. ഇപ്പം കിട്ടാത്ത ക്വസ്റ്റ്യൻ ഒക്കെ വരുന്ന സമയത്ത് സ്റ്റാഫ് റൂമിലൊക്കെ പോയിട്ട് ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ച് റെഡിയാക്കാറുണ്ട്. ഓക്കെ, റെഡി. അപ്പം DPPയും NCERT ഒക്കെ വെച്ചിട്ട് തന്നെയാണ് കംപ്ലീറ്റ് പ്രിപ്പറേഷൻ മുന്നോട്ട് പോയത്. ഇനിയിപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പം അൾട്ടിമേറ്റ് ആയിട്ട് എത്ര തുടക്കത്തിൽ പഠിച്ചു കഴിഞ്ഞാലും അല്ലെ, അവസാനത്തിലൊരു പുഷ് കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലെ നീറ്റിലേക്ക് എത്തൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ആ റിവിഷന്റെ LMRP പ്ലാൻ എങ്ങനെയായിരുന്നു? എഫക്റ്റീവ് ആയിരുന്നു? നല്ല എഫക്റ്റീവ് ആയിരുന്നു. അത് NCERT-യിലുള്ള എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു കൃത്യമാ സ്പീഡ് ബാച്ചിലായിരുന്നു. സ്പീഡ് ബാച്ചിലായിരുന്നു. ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കുറച്ചും കൂടി കൂടുതലായിരുന്നു. അത് നല്ല എന്താ പറയാ, NCERT നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പോയിന്റ്സ് എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. തൊട്ട് മുന്നേ സംസാരിച്ച ഒരാൾ എന്നോട് പറഞ്ഞു ഇപ്പൊ സമ്മറി പിന്നെ സമ്മറി എല്ലാ ചാപ്റ്ററും പോയിന്റ്സ് ടു പോയിന്റ് ഒക്കെ നമ്മള് വായിക്കണം എന്നുണ്ടാവും. പക്ഷെ നമ്മള് ഒരു ഇതായിരിക്കും ഫിസിക്സ് ഒക്കെ എടുത്ത് നോക്കാം. അതെ, അത് പിന്നെ തെറ്റുമ്പോ നമ്മൾ ഓക്കെ അത് പഠിക്കണം, എന്നിട്ട് നമ്മൾ പോയിട്ട് പഠിക്കും.
പിന്നെ നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ GIB നമ്മൾ കേരളം മൊത്തം എല്ലാ സെൻറ്ററുകളും സൈഡിൽ നടത്തുന്ന എക്സാമാണ്. അപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിലിനോണ്ട് ഉണ്ടായ ഒരു അഡ്വാൻറ്റേജ് എന്തെങ്കിലും? ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ കുറേ തെറ്റ് വരും സ്റ്റാർട്ടിങ്ങിലൊക്കെ. പിന്നെ അതിങ്ങനെ മിസ്റ്റേക്ക് നോട്ട് ഉണ്ടാക്കിയിട്ട് അമ്മയും അച്ഛനൊക്കെ പറയും മിസ്റ്റേക്ക് എഴുതി വെക്കണം, ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് ആണ് മിസ്റ്റേക്ക് അനാലിസിസ്. അല്ലെങ്കിൽ എല്ലാവരും റിസൾട്ട് അനാലിസിസ് നടത്തുന്ന സമയത്ത് നമ്മൾ ശരിക്കും മിസ്റ്റേക്ക് അനാലിസിസ് കൂടി ചെയ്യണം. അത് ജസ്റ്റ് മാർക്ക് നോക്കിയിട്ട് അങ്ങനെ വിട്ടാ പോരാ, നമ്മൾ മിസ്റ്റേക്ക് എഴുതിയിട്ട് ഒരു ബുക്കിൽ എഴുതി വെക്കണം. നെക്സ്റ്റ് ആ തെറ്റ് അടുത്ത പ്രാവശ്യം വരാത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. കാരണം ഉറപ്പായിട്ടും ഇപ്പോൾ ഈ പ്രാവശ്യം പ്രിപ്പയർ ചെയ്യുന്നവർ ഇന്റർവ്യൂ കാണുന്ന സമയത്ത് അവർക്ക് ഇതൊക്കെ ശരിക്കും ഒരു ബെനിഫിറ്റ് ആണ്. കാരണം നമുക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ അവർക്ക് അത് വരാതെ നോക്കല്ലോ, ആ ഒരു തെറ്റ് അവർക്ക് വരാതെ നോക്കാം. റെഡി. പിന്നെടാ നമ്മളെ മോക്ക് എക്സാം സീരീസ് അല്ലേ, നമ്മൾ ഇപ്രാവശ്യം 15-16ഓളം മോക്ക് എക്സാമുകൾ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കീർത്തിമ എല്ലാ എക്സാമും എഴുതിയിട്ടുണ്ട്. എക്സാമുകൾ എഴുതൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൈലത്തിന് എനിക്ക് തോന്നുന്നു എന്നും എക്സാം ആയിരുന്നു അല്ലെ, വരുന്ന സമയത്ത് എക്സാം ഉണ്ടാവും അല്ലെ, എല്ലാ ദിവസവും വരുമ്പോൾ ഇവിടെ എക്സാം ഉണ്ടാവും. ഡെയിലി ടെസ്റ്റ് ഉണ്ടാവും, വീക്ക്ലി ടെസ്റ്റ് ഉണ്ട്, ഇന്ത്യൻ ബാറ്റിൽ വരും, പിന്നെ അവസാനം മോക്ക് അല്ലെ, കംപ്ലീറ്റ് ആയിട്ട് എക്സാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പുതിയ എക്സാം എഴുതുന്ന പോലെ ശരിക്കും നീറ്റിനെ ഫീൽ ചെയ്യുന്നില്ലല്ലോ ശരിക്കും. ഇവിടുത്തെ മോക്ക് എക്സാം എഴുതുന്ന പോലെ തന്നെ ഒരു കണ്ടിന്യൂറ്റി അത് കിട്ടും, ടെൻഷൻ ഇല്ലാണ്ട് എഴുതാൻ പറ്റും, നമുക്ക് നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ ആദ്യം എഴുതുന്ന ഒരു എക്സാം ആണ് നീറ്റെങ്കിൽ ഇതിൽ വരുന്ന തെറ്റുകളൊക്കെ അതിലും വരും. ഈ തെറ്റുകളൊക്കെ കറക്റ്റ് ചെയ്ത് നീ നിന്റെ മിസ്റ്റേക്ക് ഒക്കെ അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് എത്തുന്നത് നീറ്റ്. അപ്പൊ അത് ഫുള്ളി പ്യുവർ ആയിട്ട്. ഓക്കെ. പിന്നെ ഇപ്പം എന്തായാലും ഇപ്പൊ എക്സാം എഴുതി വലിയ സ്കോറിലേക്ക് എത്തി. എങ്ങനെ റിസൾട്ട് ഒക്കെ ആരാ നോക്കിയത്? വീട്ടിൽ നിന്ന് റിസൾട്ട് നീ നോക്കി? ധൈര്യം ഉണ്ടായിരുന്നു? എനിക്ക് എക്സാം എഴുതുന്നതിനെക്കാട്ടും ടെൻഷൻ ചെയ്യുന്ന റിസൾട്ട് നോക്കുമ്പോ. പിന്നെ കുഴപ്പമില്ല, ആദ്യം പറയുന്നത് അത് അമ്മയും അച്ഛനും രണ്ടുപേരും മുന്നിലിരിക്കുന്നുണ്ടായിരുന്നു, അവരോട് പറഞ്ഞു. എന്തായിരുന്നു അപ്പൊ ആ സമയത്തുള്ള അവരോട്? നല്ല ഹാപ്പി ആയിരുന്നു അവര്. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ അവരെ സംബന്ധിച്ചോളം ഇന്ന് ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മൾ ജനിച്ചതിന് ശേഷം ഇന്നാണ് അവർ ഏറ്റവും സന്തോഷിക്കാൻ പോകുന്നത്. നമ്മളിപ്പോ അവരെ സ്റ്റേജിൽ വെച്ചിട്ട് നമ്മൾ ഡ്രീം ആയിട്ട് ഇപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മളിപ്പോൾ പറയാറുണ്ടെന്ന് സ്റ്റെത്തും വൈറ്റ് കോട്ടും ഇല്ല എന്ന് കിട്ടാൻ പോവാണ്. ആ സമയത്ത് അവർ ഏറ്റവും ലോകത്തുനിന്ന് സന്തോഷിക്കുന്ന രണ്ടുപേരും അവരായിരിക്കും. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഈ കുട്ടികൾക്ക് ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റി. അപ്പൊ എന്തായാലും ത്രൂ ഔട്ട് ആയിട്ട് ഇനിയുള്ള മുന്നോട്ടുള്ള ജേണിയിലും അല്ലെ ഒരു നല്ലൊരു ബെസ്റ്റ് പേഴ്സൺ ആയിട്ട്, ഒരു നല്ലൊരു ഡോക്ടറായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ഇനിയും മുന്നോട്ട് പോകാനുണ്ട് അല്ലെ. ഫസ്റ്റ് മൈൽ സ്റ്റോൺ എന്തായാലും ഏറ്റവും ഗംഭീരമായിട്ട് ഇനി പെർഫോം ചെയ്തിട്ട് കഷ്ടപ്പെട്ടിട്ട് ഇനി നേടി. അപ്പോൾ ഇനി മുന്നോട്ടുള്ള ആ യാത്രയിലും അതുപോലെ എന്താ പറയുക, ഒരു നമ്മുടെ ആ കോഴ്സിൻ്റെ MBBS എന്ന് പറഞ്ഞ ആ കോഴ്സിൻ്റെ ആ ഒരു വാല്യൂ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നല്ലൊരു ഡോക്ടറായിട്ട് ഈ സൊസൈറ്റിയിൽ സെർവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തായാലും നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.